99% ആളുകൾക്കും ഈ കെട്ടുകൾ അറിയില്ല. അഴഞ്ഞതോ തെറ്റായതോ ആയ രീതിയിൽ കെട്ടുന്നത് പെട്ടെന്ന് അഴിയാൻ കാരണമാകും. ഈ കെട്ടിൽ ഒരു കയറിന്റെ അറ്റം മടക്കി ലൂപ്പ് ഉണ്ടാക്കി മറ്റേ കയർ അതിലൂടെ കടത്തി താഴെ ചുറ്റിയ ശേഷം ലൂപ്പിലേക്ക് തന്നെ തിരികെ കയറ്റി മുറുക്കുന്നു. ഇത് വലിക്കുംതോറും കൂടുതൽ മുറുകുകയും അഴിയാതിരിക്കുകയും ചെയ്യുന്നു. കട്ടിയുള്ളതും നേർത്തതുമായ കയറുകൾ സാധാരണ രീതിയിൽ കൂട്ടിക്കെട്ടിയാൽ പെട്ടെന്ന് അഴിഞ്ഞുപോകും. ഈ രീതിയിൽ കട്ടിയുള്ള കയറിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കി നേർത്ത കയർ ലൂപ്പിലൂടെ കടത്തി ചുറ്റി തിരികെ ലൂപ്പിലൂടെ കയറ്റി വലിച്ചുമുറുക്കി കൂട്ടിയോജിപ്പിക്കുന്നു. ഇത് വളരെ ബലമുള്ള ഒരു കെട്ടാണ്. കെട്ടുകളുടെ രാജാവെന്ന് വിളിക്കപ്പെടുന്ന ലളിതമായി കെട്ടാൻ കഴിയുന്നതും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്രദവുമായ ഒരു ഏക ലൂപ്പ് കെട്ടാണിത്. ഒരു കയറിന്റെ അറ്റം ഉപയോഗിച്ച് മറ്റൊരു കയറിന് ചുറ്റും വരിഞ്ഞ് ലൂപ്പുണ്ടാക്കി അവസാനം ലൂപ്പിലേക്ക് തന്നെ കയറ്റി മുറുക്കുന്നു. പഴയകാലത്ത് പ്ലാസ്റ്റിക് കവറുകളില്ലാതിരുന്നപ്പോൾ കുപ്പികളോ ഭരണിയിലുള്ള വസ്തുക്കളോ കയ്യിലെടുക്കാൻ ഉപയോഗിച്ചിരുന്ന രീതി. ഒരു കയർ ഉപയോഗിച്ച് ഭരണിയുടെ കഴുത്തിൽ ചുറ്റി അതിലൂടെ ഒരു ലൂപ്പുണ്ടാക്കി ഭരണിക്ക് ചുറ്റും ഉറപ്പിച്ചെടുക്കുന്നു. ആണിയിലോ കൊളുക്കിലോ കയർ ദൃഢമായി ബന്ധിപ്പിക്കാനുള്ള കെട്ടാണിത്. കയറിനെ ആണിക്ക് ചുറ്റും 3 തവണ ചുറ്റി ഒരു ലൂപ്പുണ്ടാക്കി കയറിന്റെ അറ്റം ലൂപ്പിലൂടെ കടത്തി ആണിയിൽ ഉറപ്പിച്ചു മുറുക്കുന്നു. കുറേ ട്രിക്സ് വീഡിയോ ഇനിയും വരും. അത് നേരത്തെ കാണാൻ എന്നെ ഫോളോ ചെയ്യുക.